ഇപ്പോൾ നമ്മൾ നടക്കാൻ പോകുന്ന സ്ഥലം ഇച്ചിരി ഡേഞ്ചറസ് സ്ഥലമാണ്. ഇവിടെ കരടി ഇറങ്ങുന്നതായിട്ട് ഒരു അലേർട്ടൊക്കെ തന്നിട്ടുണ്ട്. ട്രാവൽ ജംഗ്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ദുരം റീജിയനിലുള്ള സ്കൂഗോഗ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കൺസർവേഷൻ ഏരിയയിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പം ഇന്നിവിടെ ഫാമിലി ഡേ ആഘോഷിക്കുന്ന ദിവസമാണ്. ലാസ്റ്റ് ഇയർ ഞങ്ങൾ ഈ സെയിം സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പം നമ്മളെപ്പം വിചാരിച്ചു ഇന്ന് കാനഡയും ഫാമിലി ഡേ ആയതുകൊണ്ട് നമ്മുടെ ഇവിടെയുള്ള ഫുൾ ഫാമിലി ആയിട്ട് വരാമെന്ന്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. എന്നിട്ട് ഇവിടെയുള്ള സർപ്രൈസിങ് എലമെൻറ്റ്സിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ പ്രിയ ചേച്ചിയും രഞ്ജിത്തേട്ടനും. ഇത് സ്നേഹയും ജസ്റ്റിനുമാണ്. അവർക്കൊരു ബേബി ഇപ്പൊ അടുത്ത് തന്നെ വരുന്നുണ്ട്. ഇത് നമ്മുടെ പ്രിയ ചേച്ചിയുടെയും രഞ്ജിത്തേട്ടന്റെയും സഞ്ജു ആണ്. ഇത് നമ്മുടെ സ്മൃതി ചേച്ചിയാണ് ലിനോ ചേട്ടൻ. ഇത് നമ്മുടെ മിഷേല്, വിസ്മയ ആൻഡ് സോനു. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. Yeah, Dakota. Oh! She's very friendly. He's afraid of Too friendly. Is that Dakota? Hi. Bye guys. അപ്പോൾ എന്താണ് ഞാൻ കഴിഞ്ഞ വർഷം ഭയങ്കര മെമ്മറബിൾ ആണെന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം ഞാനും ലിനോ ചേട്ടനും സ്മൃതി ചേച്ചിയും വിസ്മയ ആൻഡ് രഞ്ജിത്തേട്ടനായിരുന്നു വന്നത്. ഞങ്ങളന്ന് വന്നപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നതായിരുന്നല്ലോ. വന്നപ്പോഴത്തേക്കും ഇവിടെ ഇച്ചിരി കൂടെ എന്താ പറയുക, സ്നോ മൊബൈൽസുമായിട്ട് ആൾക്കാരുണ്ടായിരുന്നു. അതുകൂടാതെ ഞങ്ങളിവിടെ കളിച്ച് കുറേ ഞങ്ങൾ ഐസിനകത്ത് വീഴുകയും ഞങ്ങളുടെ കൈയെല്ലാം ഫ്രീസാകുകയും അന്നാണ് ഭയങ്കര സ്നോയി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു ലാസ്റ്റ് ഇയർ. ഇന്നും നല്ല രസം തന്നെയാണ്. പ്ലസ് ഇന്ന് നമുക്കാണെങ്കിൽ ഫുൾ ഫാമിലിയും കൂടെ ഉള്ളത് കാരണം ഭയങ്കരമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കാണാം, അങ്ങോട്ട് പോകുമ്പോഴായിരിക്കും കുറേ എലമെൻറ്റ്സ് വരാൻ പോകുന്നത്. അന്ന് ഇവിടെ നിന്നല്ലേ നമ്മൾ ഓടാൻ തുടങ്ങിയത്. പിന്നെ ഒരു കാര്യം അങ്ങോട്ട് പോരുന്നു, കുഴിയാട്ടോ ആ സൈഡിലോട്ട് പോരുന്നു. മഞ്ഞുണ്ടല്ലോ അവിടെ വെച്ചിരുന്നു, അതാണ് മൂത്രം. നിന്നല്ല
പറയുന്നത് മാറിക്കും. എന്നെയും സ്നേഹം ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. എന്റെ കോഫി പോയി. അപ്പോൾ ഗൈസ് ഇതെന്ന് പറയുന്നത് ഒരു കൺസർവേഷൻ ഏരിയയാണ്. നമുക്ക് ഇതിപ്പം ഇതൊരു വിൻ്ററിൻ്റെ ഭംഗിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ഒരു സമ്മർ ടൈം വരുമ്പം അതിൻ്റേതായിട്ടൊരു ഭംഗിയുണ്ട്. ഫുൾ ലീവ്സും എല്ലാം വന്നു കഴിഞ്ഞ് എന്താ പറയുക, ഭയങ്കര ഇച്ചിരി ഒരു ഫോറസ്ട്രി. ഇതൊരു ഫോറസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഒരു ഫോറസ്റ്റ് നേച്ചർ നമുക്ക് കുറച്ചുകൂടെ ഫീൽ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫോൾ ടൈം വരുമ്പം ഇലയിടകളുടെ കളർ ചേഞ്ച് ചെയ്ത് നിൽക്കുമ്പോൾ അതിൻ്റേതായിട്ടൊരു ഭംഗിയുണ്ട്. സോ എനിക്കിപ്പോൾ കാനഡയിൽ വന്നപ്പം എനിക്ക് ആകെ ഇപ്പോൾ സീസൺസിനെ പറ്റി പറയുമ്പോഴത്തേക്കും എനിക്ക് പറയാനുള്ളത്, നമുക്ക് സീസൺസ് എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഓരോ സീസൺസിൻ്റെയും ഭംഗി നമുക്ക് നല്ല ക്ലിയറായിട്ട് മനസ്സിലാകാനായിട്ട് പറ്റും. അതോടൊപ്പം ഇവിടെ നമ്മളിപ്പം ഒരു ബോർഡ് കണ്ടായിരുന്നു വന്ന വഴിക്ക്. ഇവിടെ ഏപ്രിൽ ടു ജൂൺ, നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഒന്നുകൂടെ നോക്കാം. ഇവിടെ കരടി വരുന്ന സ്ഥലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഐസിൻ്റെ ഒരു ലെയർ ഉണ്ടെന്ന്. ഇത് ഇവിടെ വരുമ്പോൾ നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റും. സ്നോ അങ്ങോട്ട് മൂവ് ചെയ്തിട്ട് ഐസ് ഇതേലാണ് നമ്മൾ ശരിക്കും നടക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല സ്ലിപ്പറി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൽ കൂടെ കഴിഞ്ഞ വർഷം വന്നപ്പോഴത്തേക്കും ഒത്തിരി സ്നോ മൊബൈൽസ് പോകുന്നുണ്ടായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യണമെന്ന്. അതുപോലെ തന്നെ ഞാൻ ഒരു ലിങ്ക് ഞാനിന്ന് കണ്ടായിരുന്നു രാവിലെ. നമുക്ക് ടൊറൻറ്റോയുടെ കുറച്ച് നോർത്ത് സൈഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ റെൻറ്റിന് പോലെ സ്നോ മൊബൈൽ എടുത്തിട്ട് ഇതുപോലെ സ്നോ ഉള്ള സ്ഥലത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നുള്ളത്. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഇന്ന് ടെമ്പറേച്ചർ എന്ന് പറയാനായിട്ട് അത്ര ഫ്രീസിങ് ടെമ്പറേച്ചർ അല്ല. എനിക്ക് ഒന്ന് -1 അതുപോലെ ഉള്ളൂ. അതുകൊണ്ട് വലിയ തണുപ്പില്ല, എന്നാൽ ചെറിയൊരു ബ്രീസും ഉണ്ട്. നല്ലൊരു ടെമ്പറേച്ചർ എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ.